അല്ല, പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ആരും കാണാനില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും, കുറച്ച് വെയിറ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, അവര് പിന്നെ വന്നോളൂ, നമുക്ക് തുടങ്ങാം. ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഇത്തവണ ഗ്രാൻഡ് പ്രൈസ് ഒക്കെ ഉണ്ടെന്ന് കരുതുന്നത്. എന്തെങ്കിലും ഒന്നും പോരാ, വെറൈറ്റി ആയ വല്ലതും വേണം, അല്ലെങ്കിൽ പൊളിയും. എന്റെ പുണ്യാളോ, എന്തെങ്കിലും വഴി കാണിച്ചു തന്നെ. ഇപ്പൊ കിട്ടും, പുണ്യാളൻ ഇതല്ലേ പണി. മോനെ, എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് പ്രശ്നം? ഇത് ശരിക്കും പുണ്യാളനാണോ? ഈശോയെ, ഇവിടെ പുണ്യാളല്ലേ ഇത്? നീയൊക്കെ സേന്തോമസിനെ പോലെയല്ലേ? തൊട്ട് നോക്കിയാലും വിശ്വസിക്കില്ല. ഒരു ജാതി കേടികളിഷ്ടവും തക്കടിക്കാൻ സഹായിച്ചു കുട്ടികളാ. എന്ത് ഡിസ്കസ് ചെയ്യാനാ? ഒരു സ്കിറ്റ് പോരെ കഴിഞ്ഞ വന്നത് പോലെ. മോനെ, ഓർമ്മിപ്പിക്കില്ല. കമ്മ്യൂണിറ്റി മെസ്സേജ് നിങ്ങളുടെ സ്ഥലത്തുള്ളൂ. ആൾക്കാരെ നന്നാക്കലും വേറെ, അതിന്റെ കൂടെ സോഷ്യൽ മെസ്സേജ്. ഈ ജോയ്സനെ ഉണ്ടല്ലോ, അവർ കൊന്നേനെ. ഒരു പുണ്യാള എന്നെ തന്നെ അവർ പുറത്താക്കേണ്ടതാ. കഷ്ടിച്ചാൽ രക്ഷപ്പെട്ടത്. ഇത്തവണ പുതിയത് വലുതും വേണം. എന്നെ നാണം എടുത്തിട്ട് നമ്മുടെ വാർഡിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, എന്നാൽ അവരെ കൊണ്ടൊരു പ്രോഗ്രാം നടത്തിയ പോലെ. എന്നാ നടത്താനാ? എല്ലാത്തിനും ഡയബറ്റിക്സ്, കാലുവേദനയും നടുവേദനയൊക്കെ അല്ലേ. ഏയ്, നല്ല മിടുക്കന്മാരെ വെച്ചിട്ട് നല്ല കലക്കൻ ഡാൻസ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കർത്താവിനെ അറിയാം. നീ സാധനം എടുത്ത് ഞാനത് കാണട്ടെ. പുണ്യാളൻ, ഈ സാധനം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇത് മതിയാവോ? ഇടവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടതെന്ന് അറിയണമെങ്കിൽ നീയൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ജോലിയില്ലാത്തവരുടെ കമ്മ്യൂണിറ്റി, മോർഗേജ് അടയ്ക്കാൻ വിഷയിക്കുന്നവരുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒരു പള്ളി പണിയാൻ കഷ്ടപ്പെടുന്നവരുടെ കമ്മ്യൂണിറ്റി. Calm down, പുണ്യാള, calm down. സോറി മേരി, ഒരു നിമിഷം ഞാൻ ഇമോഷണൽ ആയിട്ട്. നിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടാ? എന്നാലൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള സ്കിറ്റ് ആയാലും. ആനന്ദിന്റെ ഡയറക്ഷൻ നേരത്തെ വേണം. എത്ര പ്രാവശ്യം ഞാനും പുണ്യാളൻ കഷ്ടിച്ച രക്ഷപ്പെട്ടു. അതെ അതെ, ആ കെടി കാരണം കൊണ്ടേ പുണ്യാളനാടെ മന്ത്ലി മീറ്റിംഗിൽ എല്ലാവരും പഞ്ഞിക്കിട്ടതാ. അപ്പൊ അവിടെ ഇവിടത്തെ പോലെ മന്ത്ലി മീറ്റിംഗ് ഒക്കെ തന്നെ. ഒന്നും പറയണ്ട. എന്റെ കയ്യിൽ ഒരാളുണ്ട്, ബുദ്ധിജീവി, കഥകളുടെ രാജകുമാരൻ. കഥ പറയാനോ മുട്ടി നിൽക്കുക. ഞാൻ വിളിക്കട്ടെ? എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ അവതരുന്ന മതി. അതെ, ഇനി ഒന്നും വരാനില്ലേ.
പോസ്റ്റ് മോഡേൺ കഥയാണ്. ആരും പറയാത്ത കഥ. ഒരു ഭാര്യയും ഭർത്താവും PR കിട്ടാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ പോകുന്നു. ഭാര്യയാണെങ്കിലോ പൂർണ്ണ ഗർഭിണി. അപരിചിതമായ സ്ഥലം. ഒരു ഊബർ അവർ സ്ഥലങ്ങൾ അന്വേഷിച്ചു പോവുകയാണ്. കുറ്റാക്കുറ്റിയിട്ട് ഇടയ്ക്ക് കണ്ടാലുണ്ട് മാത്രം. വെളിച്ചം കാട്ടാനാണെങ്കിലും ഒരു നക്ഷത്രം. അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല. അവൻ Airbnb നോക്കും, കിട്ടുന്നില്ല. ബുക്കിംഗ്.com നോക്കും, അതും കിട്ടുന്നില്ല. ഒരു ഗ്രാനി ഫ്ലാറ്റ് വരെ നോക്കി, അതും കിട്ടിയില്ല. അപ്പോൾ അതാ അവിടെ ഒരു ഫാം സ്റ്റേ, അതിലൊരു കുഞ്ഞു പശുഷുണ്ട്. അവിടെ വെച്ച് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അവൾ പ്രസവിക്കുകയാണ് സുഹൃത്തുക്കളെ, പ്രസവിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് 3 പേര് കുട്ടീനെ കാണാൻ വരില്ലേ? അതെങ്ങനെ മനസ്സിലായി? നിങ്ങളും എന്നെ പോലെ ഒരു ബുദ്ധിജീവിയാണല്ലേ? ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ക്രിയേറ്റിവിറ്റി കോപ്പിടിച്ചു വെച്ചിട്ട് അല്ലെങ്കിലും ഈ പള്ളിയിൽ ആർക്കും ഒരു കലാബോധം ഇല്ല. വാടാ, നമുക്ക് പോയി വേറെ ആരെങ്കിലും പറ്റിക്കാം. ഓ അല്ല, സോറി, പഠിപ്പിക്കാം. ഇവിടെ വേറെ ഫാമിലി യൂണിറ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇവന്മാരും മാത്രമൊന്നും അല്ലല്ലോ. ഇതാണ് നിങ്ങളുടെ റിസ്ക് ഫ്രീ സ്കിറ്റ്. എന്റെ കർത്താവേ, ഞാൻ എങ്ങനെയെങ്കിലും മറ്റു പുണ്യാളന്മാരുടെ മുഖത്ത് നോക്കും. അന്നേ ഞാൻ കർത്താവിനോട് പറഞ്ഞതാ, ഇവന്മാരൊന്നും എനിക്ക് ശരിയാവത്തില്ല. അപ്പൊ അൽഫോൺസാമ എന്താ പറഞ്ഞ? പേടിക്കണ്ട, ഇവൻ മിടുക്കന്മാരാണ്. ഇവർക്ക് കൈക്കാരനുണ്ട്, കാറ്റഗറിസം പ്രിൻസിപ്പൽ ഉണ്ട്, മാതൃജ്യോതി സെക്രട്ടറി ഉണ്ട്, ഫോട്ടോഗ്രാഫർ ഉണ്ട്, തേങ്ങ ഉണ്ട്. എന്നിട്ട് എന്തായി? ഇവരെ കൊണ്ട് നടക്കുന്ന വികാരിയച്ഛനെ സമ്മതിക്കുന്ന കാര്യമില്ല. ചില്ല് കുട്ടികളെ ചില്ല്. ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. നമ്മുടെ കയ്യിൽ വേറെ ഐഡിയാസ് ഉണ്ട്. അതെ, നാട്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലിക്ക് ഒരു എമർജൻസി. അവരുടെ കുട്ടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഇവിടെ ആരും ഇല്ല. നമ്മുടെ ആൾക്കാരെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്താവശ്യമെങ്കിലും വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്താ ഇനി നമ്മുടെ അടുത്ത ഓപ്ഷൻ? എല്ലാ തവണയും നമ്മൾ കമ്മ്യൂണിറ്റി മെസ്സേജ് തന്നെ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അവർക്ക് വേറെ എന്തൊക്കെയാ വേണ്ടത്? അവർക്ക് എന്താ വേണ്ടത്? മാസാ എന്നാ പിടിച്ചോ. ഇത് പൊരിച്ചോട്ടാ. ഇതൊക്കെ കയ്യിലിട്ടാണ്. ഇതൊക്കെ എന്ത് വേണ്ടെന്ന് വെച്ചിട്ടാ നമ്മൾ യൂട്യൂബിൽ നിന്നൊന്നും കോപ്പി അടിക്കാറില്ലല്ലോ. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്കൊരു സംശയം, ഇതിൽ ക്രിസ്ത്യൻ വാല്യൂ ഇല്ലെന്ന് പറയുമോ? കഴിഞ്ഞ വർഷത്തെ പോലെ ഓടി നടന്ന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ വയ്യ.
എടാ പിള്ളേരെ, എന്താണ് ഈ ക്രിസ്ത്യൻ വാല്യൂ? എന്താ ക്രിസ്ത്യൻ നമ്മളെ പഠിപ്പിച്ചത്? ലവ് വൺ ആൻഡ്. നിങ്ങളിപ്പോ എന്താ ചെയ്തത്? അറിയാത്തൊരു കുടുംബത്തിന്റെ വിഷമം സ്വന്തം വേദന പോലെ എടുത്തില്ലേ? ഒരാവശ്യം വന്നപ്പോ ഒന്നും നോക്കാതെ നിങ്ങൾക്കാവുന്നത് പോലെ സഹായിച്ചില്ലേ? നിങ്ങൾക്ക് ആരാണവർ? അതാണ് ക്രിസ്തു. നിങ്ങൾ സഹോദരങ്ങളെ പോലെ പരസ്പരം സംസാരിച്ചു, തീരുമാനങ്ങൾ എടുത്തു. ഇതാണ് ക്രിസ്തുവിന്റെ മാർഗം. എന്താ നമ്മളെ യേശു പഠിപ്പിച്ചത്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അവരാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. നിങ്ങൾ സൂപ്പറാണ് മക്കളെ. ഈ പ്രാവശ്യം നമ്മൾ പോയിക്കും. ഇനി എല്ലാവരും ചിരിച്ചാൽ ഏയ്, എവിടെ പോയി പുണ്യാണ്? കണ്ടതല്ലേ ഇവിടെ? ഇനി നമുക്ക് തോന്നിയതായിരിക്കും. ആ, എല്ലാരും വന്നല്ലോ. കേറി വന്ന മക്കളെ, നമുക്ക് പുണ്യാളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം.